പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ച് സർക്കാർ ആദായ നികുതി ബില്ലടക്കം സുപ്രധാന ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും. നാളെ മുതൽ അടുത്ത മാസം 21 വരെയാണ് സമ്മേളനം. Told us that they are willing to discuss all these issues which we have raised, and we have listed out the priority. We have said that there should be a comprehensive, structured discussion on Pahalgam, Operation Sindoor, the so-called statements of Donald Trump, where he is making reckless statements, and we have not seen any firm rebuttal from the part of the government of India. So we also told the government that we were part of the outreach, and if we are sent across to convince the other members of the parliament of other foreign nations, it's high time that the Indian parliament is taken into confidence. I even cited in the meeting that there was a Kargil review committee report which was placed in the parliament. And if we have gone across to convince other nations, it's for the Prime Minister to take this nation into confidence. We want the Prime Minister to come and make a statement, and on the basis of the statement, there should be a proper structured discussion. രാകേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാകേഷ്, നിരവധി ബില്ലുകൾ ഉൾപ്പെടെ വർഷകാല സമ്മേളനത്തിൽ ഉണ്ടാകും. പക്ഷേ അതിലേറെ പ്രധാനപ്പെട്ടതാണല്ലോ പഹൽഗാമിന് ശേഷമുണ്ടാകുന്ന സമ്മേളനം. പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണമെന്ന ആവശ്യത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു എന്നുള്ളതാണല്ലോ ജോൺ ബ്രിട്ടാസിന്റെ ബൈറ്റിൽ നിന്നടക്കം നമുക്ക് വ്യക്തമാകുന്നത്. അതെ അഭിലാഷ്, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണമെന്ന കാര്യത്തിൽ ധാരണയായിരുന്നു. പ്രത്യേകിച്ച് പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച, ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിക്കണം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായും ഉന്നയിക്കണമെന്ന തീരുമാനത്തിലേക്കാണ് ഇന്ത്യ സഖ്യം എത്തിയത്. ഇന്നേതായാലും സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും ഇന്ത്യ സഖ്യം ആ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തണം. കാരണം പല കാര്യങ്ങളും ഇപ്പോഴും അറിയാനുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ആവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയം എന്ന് സർക്കാർ പറയുമ്പോൾ പോലും ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അത് സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പല ഘട്ടങ്ങളിലായി ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യ ആകട്ടെ ആരുടെയും മധ്യസ്ഥ ശ്രമത്തോട് തുടർന്നല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് എന്ന് ഇന്ത്യ ആവർത്തിക്കുമ്പോൾ പോലും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് അമേരിക്കയുടെ ഇടപെടലാണ്, തൻ്റെ ഇടപെടലാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി ഏതായാലും 3 മാസം പിന്നിടുന്നു. അപ്പോൾ പോലും ഇതിന്റെ സൂത്രധാരർ, ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ തുടങ്ങിയവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. അക്കാര്യം കൂടി, അങ്ങനെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനും ഏതായാലും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ, ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷം ലോകരാജ്യങ്ങളിലെ സന്ദർശനം ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം ആയിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണമെന്ന്. ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ചില നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് രാകേഷ് നൽകി.